പറയലയാ കിട്ടിയോ എഴുത്തുന്ന ആഹാ മറ്റേതാ മറ്റേ അവിടുത്തെ 20 സെന്റോ ആ അപ്പം നിന്റെ അളിയന് കുഴപ്പമൊന്നുമില്ല അതെയാ ഓ ഭാഗ്യം അളിയാ നിന്റെ സമയം കൊള്ളാം ഞാൻ പറയണത് നല്ല കുടുംബത്തിലൊക്കെ ചെന്ന് കയറണമെന്ന് പറയണത് പറഞ്ഞിട്ട് കാര്യമില്ലടേ അവരെ വിധിയുണ്ടല്ലോ മനുഷ്യന് വന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ചിലവുണ്ട് കേട്ടാ ഓക്കെ എന്നാ ഓക്കെ അളിയാ ഓക്കെ വൈകിട്ട് കാണാം നീ അടിച്ചു വാരി പിന്നെ അടിച്ചു വാരിക്കൊണ്ടിരി മറ്റേ ബംഗ്ലാവല്ലേ അടിച്ചു വാരി വൃത്തിയാക്കി ഇടാൻ അൻസാറാ വിളിച്ചത് അവൻ്റെ തറവാട് ഇത് അവൻ എഴുതി കൊടുത്തു അത് ശരി അത് മാത്രമല്ല ഒരു 20 സെന്റ് അല്ലാതെ ഉള്ളത് അവൻ്റെ ആങ്ങളയ്ക്കും കൂടെ അവൻ്റെ ഭാര്യയുടെ ആങ്ങളയ്ക്കും കൂടെ ഷെയർ ഉള്ളതാ അവനത് വേണ്ടാന്ന് പറഞ്ഞാൽ അതും വിട്ടുകൊടുത്തു നല്ല മനുഷ്യർക്കൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല അൻസാറിനൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം കടലിൽ കായം കലക്കി പിന്നെ അൻസാറെല്ലാം വിറ്റ് മുടിപ്പിച്ചോണ്ട് നടക്കല്ലേ നീ ആ രീതിയിൽ സംസാരിക്കല്ലേ തങ്ക ഏട്ടാ അവൻ അന്തസ്സായിട്ട് കുടുംബം നോക്കണുണ്ട് എല്ലാം ചെയ്യണുണ്ട് അന്തസ്സായിട്ട് കുടുംബം നോക്കണ്ടെങ്കിൽ കൊള്ളതൊന്നും ഇല്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ട് തുടങ്ങി നീ അവളെ അതിൽ പിടിച്ച് കയറുകയാണ് ഇവിടെ ഞാൻ ചോദിച്ചോട്ട് ഈ നമ്മൾ എത്ര നാളുകൊണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോകാതെ എൻ്റെ ബന്ധുക്കളെ എൻ്റെ കുടുംബക്കാരെ ഒന്നും സ്നേഹിക്കാതെ ഇവിടെ എല്ലാവരും സ്നേഹിച്ച് ഇവിടെ കിടക്കുകയാണ് ഇല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇനിയിപ്പോൾ എത്ര നാളെന്ന് പറഞ്ഞു കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുകയാണ് അവർ ഈ ഇതെല്ലാം കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കണത് ഉള്ള മക്കൾക്കുള്ളത് എഴുതി ഞാൻ കൊടുത്ത് സ്വസ്ഥമായിക്കൂടെ പോകുമ്പോൾ സമാധാനമായിട്ട് പോയിക്കൂടെ അതൊന്നും നടക്കൂലെന്ന് കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് നടക്കാത്തതാണ് എന്റെ അമ്മേനെ കൊന്നെടുക്കാനാണ് നിങ്ങൾക്ക് എന്റെ അമ്മ വേഗം ചാവും നിങ്ങളോട് പ്രായമായിട്ടിരിക്കുകയല്ലേ എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിച്ചൂടെ നിങ്ങളാണ് ആദ്യം ചാവണെങ്കിലോ ഓ നിന്റെ ചിന്താഗതി അതാണ് ഞാൻ നോക്കണത് എന്റെ കുടുംബം എന്റെ ഭാര്യ എന്റെ കുട്ടി നമ്മൾ നന്നായി നല്ല നിലയിൽ എത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കണത് എന്റെ കുടുംബം എന്റെ ഭർത്താവ് എന്റെ കുട്ടി എന്റെ ആങ്ങള എന്റെ അമ്മ എന്റെ അച്ഛൻ എല്ലാവരും നോക്കും നീ ആങ്ങളെ എല്ലാരും പിടിച്ചോണ്ടിരുന്നോ അവസാനം ആങ്ങളെ കാണാം എനിക്ക് ഈ ഇരിക്കണ ഇരിപ്പിൽ തള്ളക്ക് വല്ല സംഭവിച്ചാണല്ലോ നിന്റെ ഞാൻ പറയണത് കാര്യമാണ് മനുഷ്യന്റെ കാര്യമാണ് വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ ആങ്ങളുടെ സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അവന്റെ മാറ്റങ്ങൾ എന്റെ കൊച്ചിന്റെ അടുത്ത് വേറൊരു തുടങ്ങിയിട്ടുണ്ടവൻ അവൻ പലതും ഇനി ചിന്തിച്ചു തുടങ്ങും അതുകൊണ്ട് ഇത് എഴുതി മേടിക്കാനുള്ള എത്രയും പെട്ടെന്ന് എഴുതി തരാൻ പറയണം ഇനി അങ്ങനെ വെച്ച് കളിച്ചോണ്ടിരിക്കാ അതായത് എന്റെ സ്വത്ത് നിങ്ങൾക്ക് എഴുതി കിട്ടണം നമ്മൾ അവകാശപ്പെട്ടത് എന്റെ പേരിലും കൂടെ എഴുതണം നിങ്ങൾക്ക് എഴുതി കിട്ടണം അതങ്ങ് സമ്മതിക്കേ അത്രേ ഉള്ളൂ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെ ഇരട്ടി ഉണ്ടല്ലോ പാലായില് അതിനെന്താ ബഹളം കൂട്ടാത്തെ പാലായില് സമയമാകുമ്പോ ഞാൻ പോയി അത് മേടിച്ചോളാം സമയമായി പോയി മേടിച്ചിട്ട് വാ നിങ്ങളുടെ മുതൽ ആദ്യം ഇവിടെ കൊണ്ടുപോവാ എന്നിട്ട് എന്റെ മുതലിന് വേണ്ടിട്ട് കുറയ്ക്കി അയ്യോ പാലായി കിടക്കുന്ന റബ്ബർ എസ്റ്റേറ്റ് എടുത്ത് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല വിറ്റ് കാശാക്കി കൊണ്ടുപോവാ ഞാനിവിടെ ബാങ്കിലിടാൻ എനിക്ക് ബുദ്ധിമുട്ട് കിടക്കട്ടെ വേണ്ട അവിടെ കിടക്കണ്ട അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ റബ്ബർ വെട്ടി അതിൽ നിന്ന് ഷീറ്റ് അടിച്ച് അത് പൈസ ഉണ്ടാക്കാം അപ്പൊ ഇത് ഇവിടെ കിടക്കട്ടെ ഇത് വിറ്റ് ഇവിടെയൊക്കെ പട്ടണമായി കഴിയുമ്പോ ഇതിൽ നിന്നും കുറെ പൈസ കിട്ടി അന്നേരം വിറ്റാ മതി അപ്പോഴേക്ക് ഇതൊക്കെ ഉണ്ടല്ലോ സർക്കാർ റോഡൊക്കെ വീതി കൂട്ടണ ഇതെല്ലാം എടുത്തോണ്ട് പോകും അതല്ലാതെ നിങ്ങളുടെ ആളിയെ പേടിയായിട്ടല്ലേ നിങ്ങൾ അങ്ങോട്ട് പോകാത്തത് ഞാൻ എന്തിനാ വേട്ടാളിനെ പേടിക്കണേ എനിക്കൊരുത്തരും പേടിയൊന്നുമില്ല ക്ലീറ്റോ നീ അങ്ങനെയൊന്നും ഇതാക്കാൻ നോക്കല്ലേ തങ്കം എങ്ങനെ ഇതാക്കാൻ നോക്കിയാലും എന്റെ സ്വത്ത് കണ്ടിട്ട് ക്ലീറ്റോ തുള്ളണ്ട നിന്റെ സ്വത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടാണ് നമ്മളെ കൊച്ചുണ്ട് അതിനും കൂടെ അവകാശപ്പെട്ടാണ് അത് വഴിയാധാരം ആവരുത് എടി പാല ഇവിടുത്തെ കാര്യം പറയുമ്പോ നീ ഇവിടുത്തെ കാര്യം പറ പാലായിലെ കഥ പറയല്ലേ പാലായിലുള്ളത് അവിടെ തന്നെ കാണും അത് അവിടെ തന്നെ കാണും അതെങ്ങും പോകില്ല എനിക്ക് അവകാശപ്പെട്ടാണെങ്കിൽ എന്റെ അമ്മ എന്റെ ആങ്ങളെ എനിക്ക് അത് എഴുതി തരും അത് എന്റെ മോക്ക് വേണ്ടിട്ടുള്ളതാ പിന്നെ എഴുതി തരുമെന്ന് പറഞ്ഞു നീ ഇരുന്നാ മതി അതങ്ങോട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങ് അതും കൂടി പുട്ടടിക്കാനല്ലേ ഞാൻ ഇവിടെ പുട്ടു നീ പോടി അവിടെ നിന്ന് ആവശ്യമുള്ള വർത്താനം പറയല് കേട്ടോ ഞാൻ ഉള്ള കാര്യം തന്നെ പറഞ്ഞു ഞാനിപ്പോ പറയുന്ന കാര്യമുണ്ട് ഒരു കൊച്ചിനെ അവിടെ എടുത്തോണ്ട് വന്നില്ലേ ഇനി അത് വളർന്ന് വലുതാകുമ്പോ പലതും സംഭവിക്കും നീ നിന്റെ കൊച്ചെന്ന് പറഞ്ഞു എനിക്ക് അവകാശപ്പെട്ടത് അതിനും അവകാശപ്പെട്ടത് എന്റെ ഒരു ഓഹരി അവർക്ക് ഞാൻ കൊടുക്കും നിന്റെ ഓഹരി നീ കൊടുക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കൂലടി ഞാൻ പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇന്ന് രണ്ടിലൊന്നും അറിയണം നമ്മുടെ തക്കളി നോക്ക് എന്ത് കൊടുക്കുന്നു അതിന് എന്ത് കൊടുക്കുന്നുള്ളതൊക്കെ അറിയണം അറിഞ്ഞിട്ട് കൊല്ലൂടി ചിലപ്പോ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് നിങ്ങൾ വേറെ ആർക്കും
ഇത്രയും നാളും വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിട്ടേ പേടിപ്പിക്കല്ലേ നീ? ആ, വേണ്ട വേണ്ട. ഒരുപാട് എന്നെ അങ്ങോട്ട് പേടിപ്പിക്കില്ല ക്ലീറ്റോ. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ആഹാ, എനിക്കത് പോവാൻ ഇടയില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. നീ പോടി, ഇറങ്ങിപ്പോ. കാണാം. ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോ നിങ്ങൾ പഠിക്കും. എനിക്കറിയാം നിന്റെ മനസ്സിൽ പറയാ നീ ഇത് ഇവിടുന്ന് പോണെന്ന് പറഞ്ഞു. ഇതും കൂടെ പോയി അവന് എഴുതി കൊടുക്കാൻ തന്നെ കൊടുക്കും. ഞാൻ എന്റെ ആങ്ങളൊക്കെ എല്ലാം കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യും? ജീവിച്ചിരിക്കുമ്പോ അത് നടക്കൂല. നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കറിയാം എന്ത് ചെയ്യണം. അങ്ങനെ 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 ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ശരി, അപ്പൊ നിനക്ക് താല്പര്യമില്ല നമ്മളിവിടെ ഇരിക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ വരണം. ഉണ്ട്, അതവിടെ ഇരുന്നാ മതിയല്ലോ. മാവനോടെ പോയി. സമയം കൊണ്ടുണ്ട്. എന്നിട്ട് എന്റെ കാര്യത്തിൽ കണക്ക് പറഞ്ഞു. ഹലോ, അയൽ വീട്ടിലേക്ക് എത്തി നോക്കുന്നത് നല്ലതിനല്ല. എടാ അത് കാലത്ത് തുടങ്ങിയതാടാ ദാരികവധം. തീർന്നില്ലേ? സംഗതി സ്ട്രോങ്ങാ. തീർന്നില്ലേ? ഇപ്പോ രണ്ടു വഴിയാവോ? അമരം കാണുമ്പോ പൊട്ടിത്തെറിക്കുള്ള വഴിയൊക്കെ കാണാണ്ട്. ഈ പൊട്ടിത്തെറി നമ്മൾ കുറെ കണ്ടിട്ടില്ല തന്നെ. ചുമ്മാ വഴക്കൂടി ഇനി അവസാനം വന്ന് പൈസ എല്ലാം കട ചോദിക്കാനായിരിക്കും. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഇതെന്താ ഇതെല്ലാം പറക്കി കിട്ടുന്നവരാണല്ലോ. എന്താടേ എന്തിനു മെഷീനൊക്കെ ആയിട്ട് എന്തേ അതാ വെളിവിടെ താമസം പറയാം. എന്താ സംഗതി സീരിയസ് ആണല്ലോ. നീട് വന്ന് അവള് പോയി ചോദിക്കട്ടെ. പോയി ചോദിക്ക എന്താ ചോദിക്ക. സംഭവം വഴക്കൊക്കെ അടിക്കാറുണ്ടെങ്കിൽ ഈ കെട്ടിപ്പറക്കിട്ട് വീട് മാറിയിട്ട് വരണതൊക്കെ ആദ്യമായിട്ടാണല്ലോ. ഇതെന്താ സംഭവം അറിയാൻ വേണ്ട. ഇനിയിപ്പോ അവനെന്താ ചെയ്യണാവോ? ഇതിറ്റെ കൊണ്ട് വലഞ്ഞിട്ടത്. രാവിലെ ഇറങ്ങുമ്പോ ഇതൊക്കെയാണ് കാഴ്ച. നാത്തൂനെ എന്താ പ്രശ്നം? എന്താ പ്രശ്നമൊക്കെ തീർന്നു. ഇന്നത്തെ വഴക്കിന് എന്താ കാരണം? എന്നത്തെ വഴക്കിനെ കാരണമുള്ളത് കാരണം രാവിലെ അങ്ങ് എഴുന്നേൽക്കുക, എന്തെങ്കിലും പറഞ്ഞങ്ങ് തുടങ്ങുക. ഇനി തങ്കവും ക്ലീറ്റോ ഇല്ല, തങ്കം മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ട ഇനി ആ മനുഷ്യന്. ഇങ്ങനെയുണ്ട് ഒരു തൊന്തരവ് മനുഷ്യന്. എത്ര നാളായി ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ കാര്യം പറഞ്ഞ് ആരുമില്ലാത്തതല്ലേ ഞാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കണം. വിഷമിക്കല്ലേ എന്നൊക്കെ നിങ്ങൾക്കൊക്കെ പറയാൻ എളുപ്പമാ. ഇത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാവുള്ളൂ. ഏട്ടനൊന്ന് സംസാരിക്കട്ടെ ക്ലീറ്റോ ചേട്ടൻ. ആര് സംസാരിക്കണ്ട, ഇനി ആര് സംസാരിച്ചിട്ടും എനിക്ക് ക്ലീറ്റോനെ വേണ്ട, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? തക്ലിക്ക് അച്ഛൻ വേണ്ടേ? തക്ലിക്ക് അച്ഛൻ വേണ്ട. അച്ഛനില്ലാത്ത ഒരുപാട് പിള്ളേര് വളരുന്നുണ്ടല്ലോ. ഒരു കുഴപ്പമില്ല, അവളുടെ അമ്മയ്ക്ക് ധൈര്യമുണ്ട്. ഇങ്ങോട്ട് നോക്കി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം പറ. ഞങ്ങക്ക് എന്ത് ബുദ്ധിമുട്ടാ? അല്ല, ഞാൻ ഇവിടെ നിൽക്കണോണ്ടേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നാത്തിന് എത്ര നാൾ എന്നാലും ഒരു ബുദ്ധിമുട്ടുമില്ല. കനക, എനിക്ക് നിന്നോടെ പറയാനുള്ളൂ. ഞാനായിട്ട് തെരഞ്ഞെടുത്ത ജീവിതം ഞാനായിട്ട് ഉപേക്ഷിക്കുകയാണ്. എനിക്കിനി ക്ലീറ്റോനെ വേണ്ട. ദയവേത് ആ മനുഷ്യനോട് ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോവാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവില്ല. എടീ, ഈ കുടുംബജീവിതം ആകുമ്പോഴേ ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഒന്ന് രണ്ടും പറഞ്ഞ് പിണങ്ങിയിട്ട് പിന്നെ നമ്മളങ്ങ് കൂട്ടാവൂലേ? എപ്പോഴും അങ്ങനെയല്ലേ? ഇത് എപ്പോഴത്തെയും പോലെ അല്ലടാ, എനിക്ക് മതിയായി. അത് കുറച്ച് കഴിയുമ്പോൾ മാറൂടി. ഇല്ല, മാറൂല. രാവിലെ തുടങ്ങിയത് നിനക്കറിയാവോ? രാവിലെ തുടങ്ങി സ്വത്ത് മേടിച്ചിട്ടുണ്ടോ ഞാൻ എവിടെ നിന്നെടുത്ത് സ്വത്തെടുത്ത് കൊടുക്കാനാ? അങ്ങോട്ട് പാലായിൽ കുറെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ പോയി മേടിക്കട്ടെ. എന്നിട്ട് അതും പറഞ്ഞ് എന്നെ തള്ളിയേക്കണ്ട. ഭാഗ്യത്തിന് ഞാൻ പോയി തലയടിച്ച് വീണില്ല. വീണായിരുന്നെങ്കിലോ ആ മനുഷ്യൻ എന്താ നഷ്ടം? ഞാനല്ലേ കഷ്ടപ്പെടുന്നത്. വീണെടുത്ത് കിടക്കും ഞാൻ. പോയി ചോദിച്ചു നോക്കാം അവൻ. അങ്ങോട്ട് മനസ്സിൽ എന്താന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഓരോ ദിവസം എഴുന്നേക്കുമ്പോ ഓരോ തോന്നല. ഇതൊന്നും മാറ്റി കൊടുക്കേണ്ട ആള് ഞാനല്ല. ഇങ്ങനെയൊന്നും ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. നമുക്ക് ഒന്നുകൂടെ ആലോചിക്കട്ടെ. നമുക്ക് ഒന്നുകൂടെ സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് എല്ലാവരുടെ ചേർന്ന് സംസാരിച്ചത് അങ്ങ് എടുപ്പണ്ട. നീ ഇവിടെ കിടന്ന് നീ വേണ്ടെന്ന് പറയാൻ നമ്മളൊരു തീരുമാനം എടുക്കും. കുറച്ച് കഴിയുമ്പോൾ നീ തന്നെ ഒന്ന് പറയാം എനിക്ക് ക്ലീറ്റോ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ പറയില്ലടാ, എനിക്ക് മതിയായി. നീ കാണുന്നില്ലേ ഞാൻ കിടന്ന് ആരോഗ്യിക്കുന്നത്? എനിക്കറിയാം നിങ്ങളൊക്കെ ഇതൊക്കെ പറയുള്ളൂ. നീ ധൈര്യത്തിൽ എന്നെ ഇട്ട് ചൊറിയണത് ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അങ്ങ് ക്ഷമിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ ഇപ്പോൾ ഒരിക്കൽ കൂടെ പോയിട്ടോ.
ഞാനിവിടെ നിൽക്കണോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നീ അപ്പുറത്താലും ഇപ്പുറത്താലും എനിക്ക് ഒരുപോലെയല്ലേ. പിന്നെന്താ നീ തമാശ കളിക്കണ്ട കിടിച്ചാ ആ തക്കളി മോളെ എന്നെ പിന്നെ നിങ്ങൾ അടിച്ചിറക്കി വിടണം. ഞാൻ പോവില്ല. നീ അപ്പ ഇല്ലാതെ എന്തോരം പിള്ളേര് വളരണം അമ്മാവാ. ഞങ്ങളൊക്കെ വളർന്നല്ലോ. അതെ എടുത്ത് ചാടിയിട്ട് ഓരോന്ന് ചെയ്യാൻ തോന്നും. എടുത്തു ചാടിയിട്ടൊന്നുമല്ല. നമുക്ക് പോയി സംസാരിക്കാൻ എന്താണ്ടായത്? എനിക്ക് വേണ്ടിട്ട് ഒരാൾ സംസാരിക്കണ്ട. എനിക്ക് ഇഷ്ടല്ല. വേണ്ട വേണ്ട. നീ ഇവിടെ ഇല്ല, നീ ഇവിടെ ഇല്ല. സഹിക്കണേന് ഒരു പരിധി ഉണ്ട്. പിന്നല്ലാതെ അവന്റെ തോന്നുന്ന താഴാൻ ഭൂമിയോളം താഴെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? സാരല്ല, നീ നിനക്ക് ഇഷ്ടമുള്ള ചവിട്ടി കേറുക മനുഷ്യന്റെ മേത്തോട്ട്. നീ എന്താ തീരുമാനിച്ച ഒരു കുഴപ്പമില്ല. നീ ഇവിടെ നിൽക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. നല്ല മിടിക്കായിട്ട് കണ്ണീരൊക്കെ തുടച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അവക്ക് അവളെ വിടല്ലേ ഇത്? അവക്ക് ഇവിടെ നിൽക്കും. ആര് ചോദിക്കാൻ? അങ്ങനെയാണ്. അങ്ങനെ തന്നെ എടുത്ത് വെക്കട്ടെ. നീ പോണ എവിടെ പോണ? നീ കാപ്പി എടുത്ത് വെക്കാൻ പോവാ. ഇവിടെ കേട്ടാ. സങ്കടപ്പെട. ഞാൻ ഇല്ലേ എനക്ക് കേട്ടോ. നമ്മളെല്ലാരും ഇല്ലേ? ഇപ്പൊ വരാമേ. അമ്മാവാ കാല് പിടിക്കാൻ പറ്റും. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത്. എന്റെ മോൾ എന്താ പറഞ്ഞ അതുപോലെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പോരാ കളി ഞാൻ കാണിച്ചു കൊടുക്കാം. തല്ലാം തന്നെ എന്താണ്ടും കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിനാടാ അവള് തുണി മണി മറ്റേ മിഷീനൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്നേക്കണ്? അങ്ങോട്ടല്ലേ വന്നത്. അപ്പൊ അവളോട് ചോദിച്ച കാര്യം പറയല്ലേ അവള്? ഇപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ, നീ കാര്യം പറ. ഒരാൾ അങ്ങോട്ട് വന്നെങ്കിൽ അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, അല്ലെ എന്നോടല്ല അത് ചോദിക്കേണ്ടത്. പ്രശ്നമുള്ള ആളോട് ചോദിക്കും. നിങ്ങൾ നിനക്ക് പ്രശ്നമല്ല ഉണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എന്റെ പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട. എനിക്ക് 100 പ്രശ്നം വേറെ ഉണ്ടാവും. അല്ല ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് ഇടപെടല്ലേ പറ്റുള്ളൂ. അതെ, നിങ്ങൾ ഇത് ഇടപെടണമെങ്കിൽ നിങ്ങൾ അവളോട് പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. അവളുടെ പ്രശ്നം പിന്നെ നിന്നോട് ആരോടെ ചോദിക്കുക? അതെ അമ്മ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണേ അവളോട് ചോദിക്ക്. അഹങ്കാരമാണ് അഹങ്കാരം. പെണ്ണുങ്ങൾക്ക് കുറച്ച് അഹങ്കാരം കുറയണം. ഇത് കൂടിപ്പോയി. പെണ്ണ് കരഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്താ ഉണ്ടായിച്ചത് പറ നീ. അവളെ കണ്ണീര്, അവളെ വലിയ നടിയാണ് അവള്. കണ്ണീര് അവൾ അഭിനയിക്കാൻ മേടിക്കുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കല്ലേ കുറെ വർഷമായിട്ട്. ചേച്ചി വീട് നിൽക്കണേ, നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കാനല്ല, നിനക്ക് രണ്ടാൾ കൂടി താമസിക്കാനാ. അതെ, ഞാൻ അമ്മാവനോട് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യത്തിലല്ല, അവളുടെ കാര്യത്തിൽ ഇടപെടും. അവളും കുട്ടി നീയും കൂടിയാണെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി. നിങ്ങളെല്ലാം കൂടെ അവളെ എങ്ങനെ വളർത്തി വഷളാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇപ്പൊ ഭർത്താവിനെ അനുസരിക്കാത്തത്. ഭർത്താവിനെ അനുസരിക്കണമെങ്കിൽ ഭർത്താവായി നടക്കണ. അതെ, നിങ്ങൾ ആവശ്യമില്ലാതെ ആ കാര്യത്തിലോട്ട് കടക്കണ്ട. ഞാൻ എങ്ങനെയാണ് അവളുടെ അടുത്ത് ഇടപെടണമെന്ന് എനിക്കറിയാം. പക്ഷെ അവളൊക്കെ ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തു പോയി. അത് എന്റെ തെറ്റ്. മര്യാദക്ക് വന്ന് അവളെ വിളിച്ചിട്ട് വരണ്ട. എനിക്ക് ഇത്തിരി മര്യാദ കുറവാ. അത് ശരി, അങ്ങനെ തോന്നിയ ജീവിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ എനിക്ക് പറ്റൂ. അന്ന് എന്താ വേണ്ടി എനിക്കറിയാം. ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ആദ്യം പോയി ആ മരുമോളെ മര്യാദ പഠിപ്പിക്കും. നീ ആവശ്യമില്ല എന്നെ എനിക്ക് ഒന്നും രണ്ടും പറഞ്ഞു പിണങ്ങിയത്. ഇത് പിള്ളേരളിയാണ്. വളർന്നു വരല്ലേ? നീ തമാശ കളിക്കരുത്. ഇത് എപ്പോഴത്തെ പോലെ അല്ല. കുറെ നാളായി ഞാൻ ഇത് സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ ക്ഷമിക്കണേനും സഹിക്കണേനൊക്കെ ഒരു ആദിലുണ്ട്. അവിടെയുള്ള പോത്തിനോട് ആദ്യം ഒന്ന് വേദം ഓതി നോക്ക്. എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോ എന്നെ കൊണ്ട് ചെയ്യിച്ചേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റും. ഒന്നല്ല കുട്ടിയുടെ കാര്യം ആലോചിക്കണ്ടേ? എടുത്ത് ചാടിയിട്ട് ഓരോന്നും അങ്ങോട്ട് ചെയ്യാം. അവൾക്ക് വിവരമില്ലടാ. അവന് വിവരമുണ്ടോ? അവൻ കാണിച്ചു കൂട്ടി അവൻ അറിഞ്ഞൂടെ? ഇത് പിള്ളേരളിക്കാനാ? എടാ, പെണ്ണുങ്ങളുടെ ഭാവിയാണ് നോക്കണ്ടേ. അവന് തെക്കും വടക്കും നടന്നാലും ഒരു കാര്യമില്ല. അവനൊരു കുട്ടരും കാര്യം ആലോചിക്കണ്ടേ? ഇവിളിപ്പോ കെട്ടുകിടക്കായിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവനത് എഴുതരാവില്ലുള്ളൂ. നമ്മളിനി ഇത് പറഞ്ഞിപ്പോ ഇപ്പം അമ്മ ഇത്രയും ഉറക്കെ പറഞ്ഞ അമ്മ അത് കേട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ അമ്മ ബലം പിടിക്കും. പയ്യെ പറഞ്ഞാൽ മതി. നമുക്ക് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളത്. നമ്മൾ ഈ തിരിച്ചറിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ഷമിക്കണേനൊരു പരിധിയില്ലേ? അല്ല, ഇതിപ്പം അവൾ ഇവിടെ നിൽക്കണോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്കിപ്പോൾ ചിലവിനോട് ഞാൻ തന്നെയല്ലേ കൊടുക്കുന്നത്.
എത്ര കാലം? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞ കണക്ക് രണ്ടും രണ്ടായിട്ട് പോയാലേ കൊച്ചിൻ്റെ ഭാവി നോക്കണ്ടേ നമുക്ക്? കൊച്ചിനാരുണ്ട്? അച്ഛനെന്ന് പറയാൻ ആൾ വേണ്ടേ? അങ്ങനെ ആൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയാസിനെ കൂട്ടിക്കുക. നമ്മളിത് എങ്ങനെ, ഞാൻ പറഞ്ഞത് ചിലപ്പം അമ്മാവൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് എങ്ങനെയും പറഞ്ഞൊന്ന് കോംപ്രമൈസ് ചെയ്യണം അവരെ. അവളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മോള് വളർന്നു വരെയാണ്, ഇനി നാളെ ആളുകൾ കണ്ട് ഓരോന്ന് പറയിപ്പിക്കരുത്. അത് നീ ഇവള് എന്നും വീട്ടിൽ എന്നും നമുക്ക് ദോഷം വരുത്തിച്ചിട്ടുള്ളൂ. ഇഷ്ടത്തിന് ഇറങ്ങി പോയിട്ടുള്ള കാര്യമാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നീ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഇപ്പം ഇന്നേരം തുടങ്ങിയതല്ലോ, എപ്പോഴുള്ള പണിയല്ലേ. ഞാൻ പറഞ്ഞോളാം, നീ ചെല്ല്. എനിക്കിനി ദേഷ്യം വരും. ഇവിടുന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കൊടുക്കും ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു കാര്യം, ഞാൻ എന്തായാലും പുറത്തേക്ക് പോകാം, അപ്പോൾ ഓഫീസിലേക്ക് പോവാണ്. അമ്മ ഒന്ന് മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം, മനസ്സിലായില്ലേ? അത് അങ്ങനെ വിട്ടാൻ പറ്റില്ല, ഒരു തീരുമാനം ഉണ്ടാവണം. ചുമ്മാ ഞാൻ ഇറങ്ങി. നീ പൊക്കോ, ഞാനൊരു തീരുമാനത്തിലെത്തിക്കാം. അവള് അറിയാൻ ആദ്യം എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് പറഞ്ഞൊന്ന് നയപ്പെടുത്തി ഒരു രാവിലെ ഇറങ്ങി പോകുന്നതിനും ഇതേ കണ്ടാണ് ഇറങ്ങിപ്പോകും. ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ആ വീട് വന്ന ഇവിടെ വന്നിരിക്കേ. ഒരു നടക്കി പോവില്ല. അവൻ ഭയങ്കര വാശിയിലാടി. അതിനേലും വാശിയിലാണല്ലോ ഞാൻ. വാശിയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അവൻ എന്തർത്ഥത്തിൽ ഈ വാശി പിടിക്കണേ? നീ കഷ്ടപ്പെട്ട് തെണ്ടിച്ച് അവന് ചെലവിന് കൊടുക്കുക, എന്നിട്ട് അവൻ പറയണ തെറി കേൾക്കുക, അവൻ തല്ലാനും കുത്താനും വരിക. അവന്റെ ചെലവിൽ നീയാണ് കഴിയണമെങ്കിൽ നീ പിന്നെ ഇതൊക്കെ സഹിക്കണല്ലോ അർത്ഥമുണ്ട്. പുകഞ്ഞ കൊള്ളി പുറത്ത്, അങ്ങനെയാണെങ്കിൽ കടന്നു പോകാൻ പറ. ആ അത്രേ ഉള്ളൂ. ഞാനും അത് തന്നെ പറയണേ, പുകഞ്ഞ കൊള്ളി പുറത്ത്. എനിക്കിനി വേണ്ട. അതിനപ്പുറത്തേക്കുള്ള വേറെ തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ സംസാരിക്കാൻ പോയത് തന്നെ തെറ്റ്. അതിപ്പോ എടുത്തു ചാടി നീ ഓരോന്ന് ചെയ്തിട്ട് വരുത്തി വെച്ചല്ലേ. അങ്ങനെ ഒരു പറ്റെനിക്ക് പറ്റിപ്പോയി. അത് തിരുത്താൻ വേണ്ടിയിട്ടാ ഞാനീ നിക്കണേ. എടി ഞാനിത് മുമ്പേ ആലോചിച്ചതാ, പിന്നെ തക്ലീനെ ആലോചിച്ചിട്ടാണ്. എന്റെ കൊച്ചിന് ഒരു കുറവില്ലാതെ ഞാൻ വളർത്തും. എന്ത് ജോലിക്ക് പോയിട്ടാണെങ്കിലും ഞാൻ വളർത്തും. ആ വാ കാപ്പി എടുത്ത് വെച്ച്. ഇപ്പൊ വരാടി വെച്ചേ. ഓരോന്ന് എടുത്തു ചാടി ചെയ്തിട്ട് അതാന്നേ. എന്തായാലും ഈ ബുദ്ധി ഒരു 15 കൊല്ലം മുമ്പ് നിനക്ക് തോന്നിയിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ അന്നേരം പറയണത്? പെണ്ണല്ലേ, ക്ഷമിക്ക്, കൊച്ചൊന്നായി പോയില്ലേ, ക്ഷമിക്ക് ക്ഷമിക്ക്. ഇത് തന്നെയല്ലേ എല്ലാരും ചുറ്റും നിന്ന് പറഞ്ഞു തരുന്നത്. ഇനി എനിക്കിത് ചുമക്കാൻ പറ്റില്ല. എത്ര നാളായിന്നറിയോ ഞാനിത് സഹിക്കാൻ തുടങ്ങിയിട്ട്. പകുതി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആരോടും പറയണില്ല. ഞാനിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവിതമാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നാ. എന്റെ അമ്മാവ എവിടെയാ? ഇവിടെ ഉണ്ടല്ലോ ഭാര്യയും ഭർത്താവും, അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ? അവൻ എന്ത് സ്നേഹമായിട്ട് അവളെ കൊണ്ടു നടക്കുന്നത്? എനിക്ക് അത്രയൊന്നും വേണ്ട. ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന തരാൻ പാടില്ല എനിക്ക്. അമ്മാവനറിയാലോ, ഈ നാട് നീളെ ഈ മനുഷ്യനുണ്ടാക്കിയ കടമൊക്കെ പരിഹരിക്കേണ്ടത് ഞാൻ. എന്നോട് ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ? എന്നിട്ട് സ്വത്ത് മേടിച്ചിട്ട് വരാൻ. ആരോടെ പറയണ സ്വത്ത് മേടിച്ചിട്ട് വരാൻ? ആ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ടോ സ്വത്ത്? ഒരു കണക്കിന് ഞാൻ ഭാഗ്യവാനാ, പെണ്ണ് കെട്ടാൻ ഞാൻ നന്നായുള്ളൂ. എന്നിട്ട് ഇപ്പൊ എന്താ എന്റെ തീരുമാനം? അത് പറ. തീരുമാനം ഇതേ ഉള്ളൂ, തങ്കത്തിന് ഇനി ക്ലീറ്റോനെ വേണ്ട. Alien versus Alien.